നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഹോട്ടൽ അമ്മയുടെ ഉടമസ്ഥയിലായിരുന്നപ്പോ ഞാൻ അവിടെ എല്ലാ ജോലിയും ചെയ്തിട്ടുണ്ട്. പുലര് മുതല് പാതിര വരെ. അന്നൊന്നും അമ്മേന്റെ അവിടെ ജോലിക്കാരിയെ നിർത്തിയേക്കുവാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഓർമ്മയുറച്ച കാലം മുതല് ചെയ്ത ജോലിക്ക് 10 പൈസ പ്രതിഫലം കിട്ടിയിട്ടുമില്ല. മാനുഷിക പരിഗണന ഉള്ളത് കൊണ്ട് ഞാനത് കൊടുക്കുന്നു. അങ്ങനെ ഇപ്പൊ നിങ്ങളുടെ ഔദാര്യം വേണ്ടെങ്കിലോ? എടി ശ്യാമേ, അവളൊരു പൈസക്കാരി. വേണ്ടെങ്കി വേണ്ടടി. നീയൊക്കെ കിടന്ന വട്ടക്കൊട്ടയില് വെള്ളം കോരുന്നത് കണ്ടപ്പോ ഞാൻ പറഞ്ഞേ ഉള്ളൂ. എനിക്കെന്തായാലും ഒരു ജോലിക്കാരിക്ക് ശമ്പളം കൊടുക്കണം. അത് ഈ കുടുംബത്തിലേക്ക് തന്നെയാണെങ്കിൽ നിന്റെ പഠിപ്പെങ്കിലും നടക്കുമല്ലോ എന്ന് കരുതി. അങ്ങനെ ഇപ്പൊ നിന്റെ സൗജന്യം എനിക്ക് വേണ്ട. ശ്യാമേ, ഞാൻ പറഞ്ഞല്ലോ വേണ്ടെങ്കി വേണ്ട. അതിന്റെ പേരിലെ എന്നെ മെക്കിട്ടൊന്നും കയറാൻ വരണ്ട. ഞാനുണ്ടല്ലോ. ശ്യാമേ, അമ്മേ നീ മിണ്ടായിരിക്കടി. ഞാൻ സംസാരിക്കല്ലേ. അല്ലമ്മേ, ഇവള് നിന്നോട് മിണ്ടായിരിക്കാൻ പറഞ്ഞത്. നീ പറഞ്ഞത് ഇവിടെ ആരും തള്ളിക്കളയുന്നില്ല. അതിന് അതിൻ്റെതായ വിലയും കൊടുക്കുന്നുണ്ട്. മോള് പറഞ്ഞത് ശരിയാ. ഓർമ്മ വെച്ച കാലം മുതല് നീ ഇവിടെ കിടന്ന് ചെയ്ത അടുക്കള ജോലിക്കൊന്നും ആരും പ്രതിഫലം തന്നിട്ടില്ല. അന്ന് നീ അതൊട്ട് ചോദിച്ചിട്ടുമില്ല. ചോദിച്ചു തുടങ്ങിയപ്പോ ആ ചോദ്യത്തിനൊരു ന്യായം ഉണ്ടല്ലോ എന്ന് കരുതിയിട്ടാ നിനക്ക് ഞാൻ ഹോട്ടല് തന്നത്. കാലം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ. നാളെ ചിലപ്പോ മോളുടെ ഹോട്ടലിൽ വന്ന് എനിക്ക് ജോലി ചെയ്യേണ്ടി വന്നേക്കാം. അന്ന് ചിലപ്പോ നീ പറഞ്ഞതിലും കുറച്ച് പ്രതിഫലം കൈനീട്ടി വാങ്ങേണ്ടിയും വന്നേക്കാം. എന്നാലും തൽക്കാലം ഇപ്പൊ വേണ്ട മോളെ. ലോകം പരന്നു കിടക്കുമല്ലേ. ആരോഗ്യമുള്ളപ്പോ അമ്മ പുറത്തു പോയി പണി അന്വേഷിച്ചോളാം. എടി, നിന്നോട് പിണങ്ങിയിട്ടൊന്നുമല്ല. ബന്ധുക്കളെ ഒരല്പം അകന്നിരിക്കുന്നത് തന്നെയാ നല്ലതെന്നാ ഇതുവരെയുള്ള നമ്മുടെ അനുഭവം തെളിയിച്ചത്. അതങ്ങനെ തന്നെ പോട്ടെ. പിന്നെ ആവശ്യമുള്ളപ്പോ ഞാന് നിന്റെ അടുത്ത് തന്നെ വരും. അമ്മ വന്നു. പക്ഷേ ദേ ഇവളുണ്ടല്ലോ, ഈ അഹങ്കാരി. ഇവള് ചാകാൻ കിടക്കുന്നെന്ന് പറഞ്ഞാൽ പോലും ഒരു തുള്ളി വെള്ളം ഞാൻ ഇറ്റിച്ചു കൊടുക്കില്ല. അനുഭവിക്കാൻ പോന്നേ ഉള്ളൂ ഇവള്. ആരാന്റെ പണം കൊണ്ട് പഠിപ്പും വീട്ടു ചെലവും ഒക്കെ നടത്തുന്നതേ എനിക്കൊന്ന് കാണണം. ഓടി ശ്യാമേ, നിന്നോട് അടങ്ങാനല്ലേ പറഞ്ഞത്? അല്ലമ്മേ, ഇവള് നിനക്ക് വെച്ചിട്ടുണ്ടടി ഞാൻ. അയ്യടാ, കാണാം. ഓ കാണാം. പൂരി. അമ്മ, ഇവള് മിണ്ടരുത്. എടി, നീ ഞാൻ പറഞ്ഞ അനുസരിക്കരുത് കേട്ടോ. വളരെ ഊരി പോവും. അമ്മ, അവളല്ലേ തുടങ്ങി വെച്ചേ. ഒന്ന് പോന്നുണ്ടോ? ഇവിടെ അല്ലെങ്കിൽ ഞാനാണല്ലോ പ്രശ്നം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അർജുനേട്ടാ, അർജുനേട്ടാ, വാ, നമുക്ക് വീട്ടിലേക്ക് പോവാം. വാ അർജുനേട്ടാ, നമുക്ക് പോവാം. അർജുനേട്ടാ, വാ. അർജുനേട്ടാ, വാ. പ്രീതി, സാഹചര്യം മനസ്സിലാക്കാൻ ശ്രമിക്കൂ അർജുൻ. നമുക്ക് മുന്നിൽ വളരെ കുറച്ച് സമയമേ ഉള്ളൂ. ഇപ്പോഴും മനസ്സ് വെച്ച പാറുക്കുട്ടിയെ നമുക്ക് രക്ഷിക്കാവുന്നതേ ഉള്ളൂ. ഒരു ആക്സിഡന്റിലോ വീഴ്ചയിലോ ബ്രെയിൻ ഡെത്ത് സംഭവിച്ചേക്കാം. പക്ഷേ പാറുക്കുട്ടിയുടെ കാര്യത്തിൽ അങ്ങനെയല്ല. കരുതിക്കൂട്ടി ആരോ കുഞ്ഞിനെ അപായപ്പെടുത്താൻ ശ്രമിച്ചതുപോലെയാ. കുഞ്ഞിന്റെ ശരീരത്തിൽ അപകടകരമായ ഡ്രഗിന്റെ സാന്നിധ്യം കാണുന്നുണ്ട്. ബ്ലഡ് ടെസ്റ്റിൽ അത് വ്യക്തമാണ്.
കേവലം ബ്രെയിൻ ഡെത്തോ? ചില രാസപദാർത്ഥങ്ങളുടെ കൂട്ട് ഓവർഡോസായി ഉള്ളിൽ ചെന്നാൽ നമ്മുടെ നാഡീവ്യൂഹം മൊത്തത്തിൽ തകരാറിലാവും അർജുൻ. നമ്മുടെ തലച്ചോറിലെത്തുന്ന ഓക്സിജൻ മൂലമാണ് ശരീരത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും സാധ്യമാവുന്നത്. ഈ ഡ്രഗ് ബ്ലഡിൽ കലർന്നു കഴിഞ്ഞാൽ തലച്ചോറിലേക്കും ശരീരത്തിലെ ഇതര കോശങ്ങളിലേക്കുമുള്ള ഓക്സിജന്റെ വിതരണം നിലയ്ക്കും. ഫലമെന്താണെന്ന് ഞാൻ പറയണ്ടല്ലോ. ഒരാളെ കഴുത്ത് ഞെരിക്കുന്ന പോലെ തന്നെയാണത്. ഓക്സിജൻ വിതരണം ആദ്യം കുറേശ്ശെ കുറഞ്ഞു വരികയും പിന്നീട് അത് പൂർണ്ണമായി നിലയ്ക്കുകയും ചെയ്യും. അതാ ഞാൻ പറഞ്ഞത്, ഏത് നിമിഷവും ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടായേക്കാം. അല്ലെങ്കിൽ ബ്രെയിൻ ഡെത്ത് സംഭവിച്ചേക്കാം. ഇത് തടയാൻ ഒരു വഴിയുമില്ല ഡോക്ടർ? വഴിയുണ്ട്, ഒരേ ഒരു വഴി. ആന്റിഡോസ് ഡ്രഗ് കുത്തിവെക്കുക. എന്നാലത് എത്രയും പെട്ടെന്ന് ചെയ്യണം ഡോക്ടർ. അങ്ങനെ കുത്തിവെക്കണമെങ്കിൽ ആദ്യം പാറക്കുട്ടിയുടെ ഉള്ളിൽ ഏത് ഡ്രഗാണ് ചെന്നിരിക്കുന്നതെന്ന് അറിയണം. ഡ്രഗിന്റെ ജനർ അറിയാതെ ആന്റിഡോസ് കുത്തിവെക്കുന്നത് കൂടുതൽ അപകടമാവുകയുള്ളൂ. ലാബ് പരിശോധനയിൽ ഡ്രഗ് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കില്ല എന്നല്ല, പക്ഷേ അതിനൊക്കെ വളരെ സമയമെടുക്കും. നമുക്ക് മുന്നിൽ അത്രയും സമയമില്ല. 5-6 മണിക്കൂർ അത്രേ ഉള്ളൂ പാറക്കുട്ടിക്ക്. ഡോക്ടർ, ഐ ആം സോറി അർജുൻ. ഡ്രഗ് എങ്ങനെ പാറക്കുട്ടിയുടെ ഉള്ളിലെത്തിയെന്നും കൃത്യമായത് ഏത് ഡ്രഗാണെന്നും കണ്ടുപിടിക്കാൻ ശ്രമിക്കൂ അർജുൻ, എത്രയും വേഗം. അതുമാത്രമേ പാറക്കുട്ടിയെ രക്ഷിക്കാൻ ഒരു വഴിയുള്ളൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അയ്യോ മോളെ, 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 ഇത് മറ്റവളുടെ പണിയാ. ഓടിക്കും, അല്ലെങ്കിൽ അവള് നമ്മളെ കൊല്ലും. നിന്നെ ആരും ഒന്നും ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. നിനക്ക് മാളുനും മഹീടനും തുണയായി ഞാനിവിടെയുണ്ട്. ശ്രീ മഹേശ്വര, എന്നെ എത്രയോ അപകടങ്ങളിൽ നിന്നും അങ്ങ് രക്ഷിക്കുന്നു. ഇപ്പോ ഹൈമവതി ആന്റിയുടെ മുന്നിൽ നിന്നും അങ്ങ് തന്നെയല്ലേ എന്നെ രക്ഷിച്ചത്. ആരുമില്ലാത്തവർക്ക് അങ്ങ് തുണയായി ഉണ്ടാവുന്ന മുത്തശ്ശി പറയാറുണ്ട്. അത് തന്നെയല്ലേ എന്റെ കാര്യത്തിൽ സംഭവിക്കുന്നത്. ഞാൻ ദുർബലയാകുന്ന പല സമയത്തും എനിക്കൊപ്പം അങ്ങ് നിന്നില്ലേ. ഇതിനൊക്കെ ഞാൻ എങ്ങനെയാ ഭഗവാനെ നന്ദി പറയാ. എന്റെ അച്ഛനും അമ്മയും എനിക്ക് നഷ്ടമായപ്പോ ഈ ഭൂമിയിലെ ഏറ്റവും നിർഭാഗ്യവതിയായ ഒരു പെൺകുട്ടി ഞാനാണെന്നാ ഞാൻ കരുതിയത്. പക്ഷെ ഇപ്പൊ ഓരോ അനുഭവങ്ങളിൽ നിന്നും നീ എനിക്ക് കൈത്താങ്ങാവുമ്പോ ഞാനൊരു ഭാഗ്യവതിയാണെന്ന് തോന്നുക. നീയൊരു നല്ല കുട്ടിയാ ഗംഗേ. അതുകൊണ്ടാ നിനക്ക് നന്മകൾ സംഭവിക്കുന്നത്. മാളു ഉറങ്ങിയില്ലേ? ഗംഗ അടുത്തില്ലാത്തോണ്ട് എനിക്ക് ഉറക്കം വന്നില്ല. അയ്യോ,
ഗംഗ അറിഞ്ഞില്ലല്ലോ അത്. മാള് ഉറക്കാണെന്നാ ഞാൻ കരുതിയത്. ഗംഗ എന്നെ ഉറക്കാവോ? പിന്നെന്താ, മാളുനെ ഗംഗ ഉറക്കാട്ടോ. എന്റെ അമ്മ എന്നെ കെട്ടിപ്പിടിച്ച് തഴുകി ഉറക്കുമായിരുന്നു. ഗംഗ എന്നെ അങ്ങനെ ഉറക്കാമോ? അമ്മ എവിടെയും പോയിട്ടില്ല. എന്റെ മോളുടെ കൂടെ തന്നെയുണ്ട്. മോള് വിഷമിക്കരുത്. എന്റെ മോളെ ഒന്ന് തൊടാൻ അമ്മയ്ക്ക് എന്ത് ആഗ്രഹമുണ്ടെന്നറിയോ? പക്ഷെ അമ്മയ്ക്കത് സാധിക്കുന്നില്ലല്ലോ. മാള് വിഷമിക്കണ്ട, മാളുന് ഞാനുണ്ട്. എന്റെ അമ്മയുടെ കൈയുടെ തണുപ്പ് ഗംഗയ്ക്കും. ഞാനും മാളുന്റെ അമ്മയാ. അതുകൊണ്ടാ എന്റെ മോള് കണ്ണടച്ച് സുഖമായിട്ട് ഉറങ്ങിക്കോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. പലഹാരം തറവാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാ, എടുത്തോളൂ. എന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ല. എന്താ കിട്ടിയോ? ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യും? നിങ്ങളാകെ ടെൻഷൻ ആവുന്നുണ്ടല്ലോ, എന്തു പറ്റി? ഓ, തിരിച്ചെത്തിയോന്നറിയാൻ വിളിക്കാം. ആ, ഞാൻ മനയിലെത്തി. അത് പറയാനാ ഞാനും വിളിച്ചത്. ഞാനും മനയിലെത്തി. എന്റെ ദൈവമേ, നിങ്ങൾ തമാശ പറയണോ? അല്ല, എനിക്ക് പറ്റുന്നില്ലല്ലോ ചോ. ഞാൻ രാത്രി ഇപ്പൊ വണ്ടി എടുത്തു പോന്നു. ചേച്ചി കണ്ടിട്ട് പോയതല്ലേ ഉള്ളൂ, വീണ്ടും വന്നത് ഒട്ടും ശരിയായില്ല. ദൂരെ നിന്നല്ലേ ഞാൻ സ്വാതി കണ്ടുള്ളൂ. എനിക്ക് അവളെ അടുത്ത് നിന്നൊന്ന് കാണണം. ഈ മനുഷ്യനെ കൊണ്ട് ഞാൻ തോറ്റല്ലോ. നീ ഒന്ന് പുറത്തേക്ക് വാ, അല്ലെങ്കിൽ സ്വാതിയുള്ള ഭാഗത്തേക്ക് ഞാൻ പോവും. അയ്യോ, നിങ്ങൾ അങ്ങോട്ട് പോകരുത്, അവിടെ നിൽക്ക്. ഓക്കെ, ശരി. ഇങ്ങനെയുണ്ടോ മനുഷ്യര്? നീ എന്നോട് ക്ഷമിക്ക്. അടുത്ത് നിന്ന് സ്വാതി ഒന്ന് കാണാൻ മനസ്സ് വല്ലാതെ കൊതിച്ചുപോയി. നീ അരുതെന്ന് പറയരുത്. എന്തു പറഞ്ഞാലും കേൾക്കുന്ന ആളൊന്നുമല്ലല്ലോ. അല്പം ഒന്ന് കാത്തു നിൽക്ക്. ചേച്ചിക്ക് മരുന്ന് കൊടുക്കുന്ന സമയം, അവരൊന്നും പൊയ്ക്കോട്ടെ. വെളുക്കോളം വേണമെങ്കിൽ ഞാൻ കാത്തു നിൽക്കാം. എനിക്കവളെ അടുത്ത് നിന്ന് കണ്ടാൽ മതി. നീ മംഗലശ്ശേരിയിൽ വന്ന കാര്യം കാവേരിപ്പിച്ച് പുറത്തു വിട്ടിട്ടില്ല. അതുപോലെ നിന്നെ കൂട്ടിക്കൊണ്ടുവന്നത് ഞാനാണെന്ന് അവിടെ ആർക്കും അറിയില്ല. ആ, പിന്നെ കാവേരി ചേച്ചി കുറച്ച് പലഹാരങ്ങൾ തന്നുവിട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ കൂട്ടത്തില് ക്ഷേത്രത്തിൽ പൂജിച്ച കുറച്ച് മഞ്ഞളും ഉണ്ടായിരുന്നു. അതേപറ്റി ആരെങ്കിലും അവിടെ സംസാരിച്ചോ? മഞ്ഞളോ? അത് കുടുംബക്ഷേത്രത്തിൽ പൂജിച്ച് മുത്തച്ഛൻ ഹൽദിക്ക് വേണ്ടി കൊണ്ടുവന്നതാ. അതെങ്ങനെ പലഹാരം വെച്ച കവറി വരും? ആ, എനിക്കതിന്റെ രഹസ്യം മനസ്സിലായി. രാജേട്ടൻ ചെയ്തതാ. ഹൽദിക്ക് പൂജിച്ച മഞ്ഞൾ ഇങ്ങോട്ട് കൊടുത്തയച്ചതാ. അത് ചേച്ചിക്കുള്ളതാണെന്ന് രാജേട്ടൻ അറിയാം. ഹൽദിയുടെ ദിവസം അതിൽ നിന്ന് കുറച്ച് മഞ്ഞളെടുത്ത് ഞാൻ ചേച്ചിയുടെ മുഖത്ത് തേച്ചു കൊടുക്കുന്നുണ്ട്. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെന്ന് എനിക്ക് പറയാനുള്ളൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്.
കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സഞ്ജു എന്ന് വിളിക്കുന്ന കേട്ടല്ലോ. അത് സഞ്ജു ഇവിടെ വന്നത് എനിക്ക് തോന്നി. ഏയ്, സഞ്ജു എങ്ങനെ വരാനാ? അതൊരു തോന്നല് മാത്രമാണെന്ന് എനിക്കറിയില്ല ഡോക്ടർ. ചേച്ചിക്ക് അദ്ദേഹത്തെ കാണുന്നുണ്ടോ? കാണുന്നൊരു വാക്ക് ചേച്ചി പറഞ്ഞ ഈ രാത്രി ചേച്ചിയുടെ മുന്നിൽ അദ്ദേഹം ഓടി വരും. ചേച്ചി ഒന്ന് മൂളിയെ മതി. കാമുകിയെ രഹസ്യമായി കാണാൻ വന്നിരിക്കുന്നു. കൈയോടെ രണ്ടിനെ എനിക്ക് പിടിക്കണം. അമ്മു പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നുണ്ട്. സ്വാതി യെസ് പറഞ്ഞാൽ സഞ്ജുവിനെ ഞാൻ കൊണ്ടുവരും. സഞ്ജു റൂമിലില്ലേ? വേണ്ട, എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ സാധിച്ച പോലും സഞ്ജുവിനെ സ്വന്തമാക്കാൻ ഞാൻ ഇനി ആഗ്രഹിക്കുന്നില്ല. സഞ്ജനയ്ക്കുള്ളതാ സഞ്ജു. ഇനി ഞാൻ സഞ്ജുവിനെ ആഗ്രഹിക്കാനേ പാടില്ല. ഒരിക്കൽ സഞ്ജന എല്ലാം വിട്ടു പോയതാ. ഞാൻ അവളെ വീണ്ടും സഞ്ജുവിലേക്ക് വലിച്ചിട്ടത്. ഇനിയും ഞാൻ അവളെ വേദനിപ്പിച്ച ദൈവം പോലും പൊറുക്കില്ല. സ്വാതിയാണോ ഈ പറയുന്നത്? സഞ്ജുവിനോടുള്ള എന്റെ സ്നേഹം സഞ്ജനയുടെ ജീവിതം ഇല്ലാതാക്കാൻ പാടില്ല. അവളുടെ സ്വപ്നങ്ങളെയും പ്രതീക്ഷകളെയും ഞാൻ തകർത്ത് കളയില്ല. ചേച്ചി അങ്ങനെയൊന്നും പറയരുത്. ചേച്ചിക്ക് അദ്ദേഹത്തെ മറക്കാനോ അദ്ദേഹത്തിന് ചേച്ചിയെ മറക്കാനോ കഴിയില്ല. മറക്കണമെന്ന് ആര് പറഞ്ഞു? ഞാൻ പറയുന്നത് സഞ്ജുവിന്റെ സഞ്ജനയുടെയും ജീവിതത്തെ പറ്റിയ. എനിക്ക് സഞ്ജുവിന്റെ കുഞ്ഞിനെ താലോലിക്കണമെന്നൊരു മോഹമുണ്ട്. സഞ്ജന അതിനെതിരെ പറയില്ലെന്നും എനിക്കറിയാം. കാരണം അവൾ എന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. സ്വാതി എഴുന്നേറ്റ് നടന്നാൽ വിവാഹത്തിൽ നിന്ന് സഞ്ജന പിന്മാറുമെന്ന് പറഞ്ഞതായി കേട്ടല്ലോ. പിന്നെന്തിനാ സ്വാതി പിന്നോട്ട് പോകുന്നത്? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇനി ആ മാല നിനക്ക് തനിച്ചഴിച്ചെടുക്കാനുള്ള പ്രയാസം കൊണ്ടാണ് നീ അത് ഊരാൻ മടിക്കുന്നതെങ്കിലേ പറഞ്ഞാ മതി, ഞാനത് ഊരിത്തരാം. അതിന് ചോദിക്കാതിരിക്കുന്നു. നീ ആ മാല നൂരി കൊടുക്ക് ജാസ്മിനെ. ജാസ്മിൻ, ജാസ്മിൻ, നീ ആ താലിയിൽ തൊട്ടുപോരുത്. ആ താലി, പാർവതിയുടെ കഴുത്തിൽ കിടക്കുന്ന ആ താലി ഞാൻ കിട്ടിയതാ. അതെ, ഞാൻ കെട്ടിയ താലിയാണെങ്കിലും അത് അഴിക്കാനുള്ള അർഹത എനിക്ക് പോലുമില്ല. അത് നീ ഓർക്കണം. ആ താലിയെ വെറും സ്വർണ്ണമല്ല, പാർവതിയുടെ ജീവന്റെ പാതിയാണ്.
അതുകൊണ്ട് നീ അതിൽ തൊട്ടുപോകരുത്. തൊട്ടാൽ എന്റെ ശരിക്കുള്ള സ്വഭാവം നീ അറിയും. മാറാൻ മാറാൻ. പാർവതി, നീ എന്താ ഇതൊക്കെ വേണ്ടെന്ന് വെച്ചത്? വേണ്ട അച്ഛമ്മ, ഇതൊന്നും എനിക്ക് വേണ്ട. എനിക്ക് എന്റെ ഈ താലിയും സീമന്തവും മാത്രം മതി. അതുപോരാ, നിനക്ക് തന്നതൊക്കെ നിന്റെ കയ്യിൽ തന്നെ ഇരുന്നാ മതി. ഇതാ, ഇത് നീ തന്നെ അങ്ങ് വെച്ചോ. ഇത് എന്റെ അമ്മ പാർവതിക്ക് കൊടുത്തതാ. ഇത് ആരുടെ കയ്യിലിരിക്കണമെന്ന് അമ്മ തീരുമാനിക്കും. പാർവതിക്ക് വേണ്ടെങ്കിൽ തൽക്കാലം ഇത് എന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. ഇതെന്റെ കയ്യിലിരുന്നാൽ തൽക്കാലം ഇതിന്റെ പേരിൽ നിന്നോടാരും മോശമായിട്ട് സംസാരിക്കില്ലല്ലോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്താ പാർവതി, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിനക്ക് എന്താ പറ്റിയത്? വിശാൽ സർ, ദയവായി മുറിയിലേക്ക് പൊയ്ക്കോ. എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ അവിടെ കൊണ്ടുവന്ന് തരാം. ഓഹോ, നിനക്ക് എന്റെ അടുത്തോട്ട് വരാം. ഞാൻ നിന്റെ അടുത്തേക്ക് വന്നുകൂടാ. എന്നാലേ ഞാൻ പോകുന്നില്ല. എന്താ കാര്യമെന്ന് എനിക്കൊന്ന് അറിയണമല്ലോ. എനിക്കൊരു ചൂട് ചായ വേണം. ചായ ഞാൻ മുറിയിൽ കൊണ്ടുതരാം വിശാൽ സർ. സാർ ഇവിടെ നിന്ന് പോവോ? ഞാനേ എവിടേക്കും പോകുന്നില്ല. ചായ എനിക്ക് ഇവിടെ കിട്ടണം. ആ ചായ കിട്ടിയാൽ ഞാൻ പോവാം. ചേച്ചി, കണ്ടിടത്തോളം ഇതത്ര ചെറിയ കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്നുകിൽ ആ അടുക്കളക്കാരിക്ക് എന്തോ മനോരോഗമുണ്ട്, അല്ലെങ്കിൽ വിശാലിന്റെ രോഗം അവൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. രണ്ടിലൊന്നും ഉറപ്പാ. ഇത് രോഗവും മാങ്ങാത്തലിയൊന്നുമല്ല. ഇത് ലൈൻ വേറെയാ. വിശാലിന് മറ്റെന്തോ ആപത്ത് സംഭവിക്കാൻ പോകുന്നുവെന്ന് അവളുടെ ഉദയന്നൂരമ്മ കാണിച്ചു കൊടുത്തതായിട്ട് അവള് വിശാലിനെ വീണ്ടും പറഞ്ഞു പറ്റിച്ചിട്ടുണ്ടായിരിക്കും. അവന്റെ വിശ്വാസം നേടിയെടുക്കാനുള്ള തന്ത്രമായത്. എടുത്തോളൂ. ചായയുടെ ചൂടാറുന്നതിന് മുമ്പ് അതെടുത്ത് കുടിക്കുക. എന്താ പാർവതി, ചായ എന്റെ കൈ തന്ന എന്താ കുഴപ്പം? വിശാൽ സർ, നിൽക്ക. ഇനിയും കുടിച്ചോളൂ വിശാൽ സർ. എന്താ പാർവതി നീ കാണിക്കുന്നത്?
നിനക്ക് വേണമെങ്കിൽ മറ്റൊരു കപ്പിൽ ഒഴിച്ച് കുടിച്ചൂടെ? എന്തൊരു കഷ്ടം ഇത്. എനിക്ക് ചായയൊന്നും വേണ്ട. പക്ഷേ ഇതിലെന്തെങ്കിലും കലർന്നിട്ടുണ്ടോ എന്നറിയാനാ ഞാൻ കുടിച്ചു നോക്കിയത്. എന്ത് കലർന്നോന്നാ നീ ഈ ചായയിൽ നോക്കിയത്? അത് ആദ്യം പറ. അത് പിന്നെ പാല്, പഞ്ചസാര, തേയില അങ്ങനെയെല്ലാം കൃത്യമായി കലർന്നിട്ടുണ്ടോ എന്ന് നോക്കിയതാ. അപ്പോ ഇപ്പൊ ഇതൊക്കെ കറക്റ്റ് ആണോ? ഇനിയെങ്കിലും എനിക്കിത് കുടിക്കാമോ? ചേച്ചിക്ക് അവിടെ നടന്ന പൊറാട്ട് നാടകം വല്ലതും മനസ്സിലായോ? മനസ്സിലായെങ്കിൽ എനിക്കൂടെ പറഞ്ഞതാ. ഇപ്പതാ രണ്ടും കൊണ്ട് അടുത്തടുത്ത് നിൽക്കുന്നു. പാർവതി, നിനക്ക് പെട്ടെന്നുണ്ടായ മാറ്റത്തിന്റെ കാരണം എനിക്കറിയാം. നീ ആ ക്ഷേത്രത്തിൽ പോയിട്ട് വന്നതിന് ശേഷം ഈ മാറ്റം. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അമ്മേ, എന്താ മോളെ? അമ്മേ, അത് അമ്മേ, ഞാൻ പറയാം. അമ്മയെ നമ്മുടെ കുടുംബത്തിനെയും ചതിക്കാൻ നോക്കുന്ന അവളെ ഇന്നത്തെ ചടങ്ങിന് നമ്മൾ ചെന്ന് ക്ഷണിക്കണോന്ന്. ആ രീതിയിലങ്ങ് വലുതാക്കണ്ട ഐശ്വര്യ. അഖിലും ശ്യാമയും കൂടി ചടങ്ങിനുണ്ടായ കൊള്ളാമെന്ന് അമൃതയ്ക്ക് തോന്നി. അമൃത അത് ഇന്നലെ മുതൽ എന്നോട് പറയുന്നുണ്ട്. അമ്മയുടെ അഭിപ്രായ പ്രധാനമെന്ന് ഞാൻ പറഞ്ഞു. ഇന്നത്തെ ഈ ചടങ്ങ് നടക്കണമെന്ന് അമൃതയ്ക്ക് ആഗ്രഹമുണ്ടോ? അയ്യോ, അതെന്ത് ചോദ്യം അമ്മേ. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളല്ലേ നമ്മൾ നടത്തുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതേക്കുറിച്ച് കൂടുതൽ സംസാരമൊന്നും വേണ്ട. സ്വർണം കായ്ക്കുന്ന മരമാണെങ്കിലും പൂരയ്ക്ക് ദോഷമാണെങ്കിൽ വെട്ടിക്കളയണം, അത്ര തന്നെ. എങ്ങനെയുണ്ട്? നല്ല വില കൂടിയ സാരി തന്നെയാ, ബനാറസ് പട്ടുസാരി. ബനാറസ് സാരികളോട് അമ്മയ്ക്ക് ഇഷ്ടം കൂടുതലാണല്ലോ. പക്ഷേ നീ ഇതെങ്ങനെ വാങ്ങി? എവിടുന്നാ പണം കിട്ടിയേ? ആരോടെങ്കിലും കടം വാങ്ങിയോ? അതെങ്ങനെയോ ആയിക്കോട്ടെ, സാറിന് ഇഷ്ടപ്പെട്ടോ അത് പറ. പിന്നെ ഇഷ്ടപ്പെടാതെ? ആദ്യേട്ടനും അരുണേട്ടനും ഒക്കെ നല്ല സമ്മാനങ്ങളായിരിക്കും കൊടുക്കുക. അപ്പോ അഖിൽ സാർ വിഷമിച്ചു പോരുതെന്ന് എനിക്ക് ആഗ്രഹമായിരുന്നു. സാറിന്റെ സമ്മാനം ഒട്ടും കുറഞ്ഞു പോരുതെന്ന് ഞാൻ തീരുമാനിച്ചു. ശമേ, ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. ഇത് വാങ്ങാനുള്ള കാശ് എവിടുന്ന് കിട്ടി? സാറ് ഇടയ്ക്ക് തരാറുള്ള പോക്കറ്റ് മണി ഇല്ലേ, അത് ഞാൻ സൂക്ഷിച്ചു വച്ചിരുന്നു. ശമ്പളം ഇല്ലെങ്കിലും മാസം തോറും കിട്ടുന്ന ചെറിയ പൈസ ഞാൻ ശേഖരിച്ചു വച്ചിരുന്നു. എന്റെ വീട്ടിൽ അച്ഛൻ എങ്ങനെയാ, ഒരു അടിയന്തരാവശ്യം മുൻകൂട്ടി കാണും. അതിനുവേണ്ടി കുറച്ചു പൈസ ഒക്കെ കരുതി വെക്കും. എനിക്ക് ഉറപ്പായി നമ്മൾ ഈ പ്രതിസന്ധിയൊക്കെ അതിജീവിക്കും. തന്നെ പോലെ ഒരാളെ കൂടെയുള്ളപ്പോ എന്ത് ചെയ്യാൻ ധൈര്യം കിട്ടും? സാറാ എന്റെ ധൈര്യം. പക്ഷെ ബർത്ത്ഡേക്ക് നമ്മൾ ഇതുവരെ വിളിച്ചില്ലല്ലോ. പറഞ്ഞില്ലേ സാറേ, നമ്മുടെ അമ്മയുടെ പിറന്നാളല്ലേ, അതിന് നമ്മളെ വിളിക്കേണ്ട കാര്യമുണ്ടോ? എന്നാലും സമയമാകുമ്പോ നമ്മളെ വിളിക്കും, തീർച്ച.
ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സത്യം പറഞ്ഞ ഇത്രയും നല്ലൊരു ബർത്ത്ഡേ ജീവിതത്തിൽ ഇതുവരെ ആഘോഷിച്ചിട്ടില്ല അല്ലേ അന്തട്ടാ? ആ ആർക്കാ ഞാൻ ഇതിന്റെയൊക്കെ ക്രെഡിറ്റ് തരണ്ടേ? അമ്മയുടെ ഈ മരുമകളാ ഈ ഒരുക്കങ്ങളുടെ ഒക്കെ പിന്നില്. ആഹാ, ആണോ? എങ്കി ഈ മരുമകൾക്ക് അല്ല മകൾക്ക് അമ്മ ഒരു സമ്മാനം തരുന്നുണ്ട്. ഈ ചടങ്ങ് കഴിഞ്ഞിട്ട് തരും. താങ്ക് യു. അപ്പൊ നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. കേക്ക് കട്ട് ചെയ്യാം. അമ്മേ, ഇവിടെ ഇങ്ങനെ ഒരു ചടങ്ങ് നടക്കുമ്പോ ഞാൻ നിർബന്ധിക്കല്ല. അഖിലിനെയും ശ്യാമയും പറയാനുള്ളത് ഞാൻ ആനന്ദേട്ടനോട് പറഞ്ഞു കഴിഞ്ഞു. അഖിക്ക് വരാം, പക്ഷെ ശ്യാമയ്ക്ക് വരാൻ പറ്റില്ല. ശ്യാമയെ വിട്ട് അഖി വരില്ലമ്മേ. എങ്കി വേണ്ട, നമുക്ക് ചടങ്ങ് തുടങ്ങാം. ആദ്യേട്ടാ, അമ്മയെ ഇത്രയും ആക്ഷേപിച്ചവരെ തന്നെ വിളിച്ച ആളാക്കണം അല്ലേ? കേക്ക് കട്ട് ചെയ്യാം. അമൃതേടത്തി, അമ്മയുടെ ഗിഫ്റ്റ് ആദ്യം കൊടുക്കാം, എന്നിട്ട് കേക്ക് കട്ട് ചെയ്യാം. അമ്മയ്ക്ക് എന്റെ വക ഒരു ചെറിയ സമ്മാനം. ആനന്ദേട്ടാ, ദേ നോക്കി, എന്റെ മൂത്ത മരുമകൾ എനിക്ക് തന്ന സമ്മാനം. നന്നായിട്ടുണ്ട് മോളെ. ഒരു അമ്മയുടെ ഭാഗ്യം. മക്കളും മരുമക്കളും ജന്മദിനം ഓർത്തു വയ്ക്കുക, അത് ആഘോഷിക്കുക, സമ്മാനങ്ങൾ തരിക. ചില മരുമക്കളുണ്ട് അമ്മായിയമ്മയുടെ ജന്മദിനം പോയിട്ട് അമ്മായിയമ്മയെ പോലും ഓർക്കാറില്ല. അടുത്തത് എന്റെ സമ്മാനം അമ്മ. എന്റെ ജീവിതത്തില് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സമ്മാനം ഈ അമ്മ. അമ്മയുടെ സ്നേഹവും ഉപദേശമൊക്കെ എനിക്ക് എത്രമാത്രം വിലപ്പെട്ടതാണെന്നറിയോ? അമ്മയുടെ ഓരോ വാക്കും അനുസരിക്കുന്നതാ എനിക്ക് ഏറ്റവും സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം. അമ്മയുടെ മനസ്സ് വേദനിപ്പിച്ച ഞാൻ കരഞ്ഞു പോവും. ജീവിതാവസാനം വരെ അമ്മയ്ക്ക് ഒരു വിഷമം ഉണ്ടാക്കല്ലേന്ന് എന്റെ പ്രാർത്ഥന. ആ ദേ നോക്കി, അടുത്ത സമ്മാനം. അമ്മയ്ക്ക് ഇഷ്ടായി മോളെ. എനിക്ക് കിട്ടിയ 2 നിധികളായത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഒരു ചെന്നായുടേത് പോലെയുള്ള ചോരക്കണ്ണുകൾ സ്വപ്നം കണ്ട് എത്രയോ രാത്രികളിൽ ഞാൻ ഞെട്ടി ഉണർന്നിരിക്കുന്നു. ഉറക്കം വരാതെ കണ്ണും മിഴിച്ചങ്ങനെ കിടക്കുമ്പോ തോന്നും ഇരുട്ടിൽ എവിടെയോ നിന്ന് ആ ചോരക്കണ്ണുകൾ തുറച്ചു നോക്കുന്നുണ്ടെന്ന്. മോളെ, പക്ഷേ തൃപ്പങ്ങോട്ട് വാസുദേവന്റെ മകൾ സുഭദ്രയുടെ അനിയത്തി തോറ്റുകൊടുക്കില്ല ശാരദാമേ. എന്നെയും അനിയത്തിമാരെയും കൊലപ്പെടുത്തി മകനെ സ്വന്തമാക്കാനാണ് മേഘനാഥന്റെ ശ്രമം. പിന്നെ തൃപ്പങ്ങോട് കുടുംബത്തിന്റെ കണക്കറ്റ സ്വത്തും ആ ദേശവുമെല്ലാം അയാൾക്ക് സ്വന്തം. എന്റെ അനിയത്തിമാരെ അയാൾ തൊടണമെങ്കിൽ രാധയുടെ മൃതദേഹത്തിൽ ചവിട്ടിയാവും.
സുഭദ്രയുടെ അനിയത്തിയല്ല, സുഭദ്ര തന്നെയാണ് രാധ. നാളെ കോടതിയിലെ കേസാണ്. തൃപ്പങ്ങോട് കുടുംബത്തിന്റെ സ്വത്തുകളിൽ അവകാശം ഉന്നയിച്ച് ഞാൻ കൊടുത്ത കേസ്. എന്നെ നേരിട്ട് കാണണമെന്നാണ് അയാളുടെ ആവശ്യം. ഞങ്ങള് നേരിട്ട് കണ്ടാ പിന്നെ എന്താ സംഭവിക്കാന്ന് എനിക്കറിയില്ല. വിഷമിക്കണ്ട മോളെ. അല്പം താമസിച്ചാൽ പോലും സത്യം ജയിക്കൂന്നാണ് എന്റെ അനുഭവം. ദാ ഇവര് ഇപ്പൊ ഒരു കേസ് ജയിച്ചതേ ഉള്ളൂ. അതിന്റെ ബാക്കിയാ ഇപ്പൊ ഇവിടെ കണ്ടതൊക്കെ. മോൾക്ക് മേഘനാഥനാ പ്രശ്നമെങ്കിൽ ഇവർക്ക് സുസ്മിതയാ പ്രശ്നം. രണ്ടും ഒരേ വണ്ടിയിൽ കെട്ടാവുന്ന കുതിരകളാ. കോട്ടയ്ക്കൽ മേഘനാഥൻ അല്ലേ? അതെ. അയാളെ കൊണ്ട് അഞ്ജലിക്ക് വല്ലാതെ ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ ഞങ്ങൾ ഇറങ്ങാം. എന്താടോ? പിന്നെന്താ? ഇപ്പൊ എനിക്ക് ശാരികേച്ചിയും ശ്യാമയൊക്കെ പോലെ ആയില്ലേ അഞ്ജലിയും? നിനക്കൊരു പ്രശ്നം ഉണ്ടായ വിഷ്ണുവേട്ടനും ശാലിനിയും ഈ കുടുംബശ്രീ മുഴുവനും ഒപ്പം ഉണ്ടാവും. അല്ല, നാളെ എപ്പോഴാ കേസ്? 7 മണിക്ക് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങും. എന്നാ 7:30 ഞങ്ങളും ഉണ്ടാവും. നമുക്കങ്ങ് പൊളിക്കാം അല്ല ശാലിനി? പിന്നല്ലാതെ. മോളെ, എന്നാ ഞാൻ പോട്ടെ ശാരദാമ്മേ? പോയിട്ട് വരാന്ന് പറ മോളെ. ശരി, പോയിട്ട് വരാം. പോയിട്ട് വാ. ശാലിനി, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.